കൂത്താട്ടുകുളം പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക് ഭരണം CPM-ന് നഷ്ടമായി. ഭരണസമിതി പ്രസിഡന്റ് NK ജോസിനെതിരായി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് CPM-ന് ബാങ്ക് ഭരണം നഷ്ടമായത്. 6-നെതിരെ 7 വോട്ടുകൾക്കാണ് അവിശ്വാസം പാസ്സായത്. CPI, കേരള കോൺഗ്രസ് കോൺഗ്രസ് അംഗങ്ങൾ സംയുക്തമായാണ് CPM-ന്റെ ബാങ്ക് പ്രസിഡന്റിനെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരുന്നത്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള കൂത്താട്ടുകുളം, എലഞ്ഞി, തിരുമാറാടി, പാമ്പാക്കുട, രാമംഗലം, പിറവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളെ അനധികൃതമായി സഹകരണ ബാങ്കിൻ്റെ നിയമത്തിൽ വരാത്ത ആളുകളെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ബാങ്കിന് അംഗങ്ങളാകാനായിട്ട് അർഹത ഇല്ലാത്ത ആളുകളെ എല്ലാം അംഗങ്ങളാക്കി ഈ ബാങ്ക് പിടിച്ചെടുത്ത് 8 വർഷം പിന്നിടുമ്പോൾ ഇന്ന് ആ ബാങ്കിൻ്റെ CPM നേതൃത്വം കൊടുക്കുന്ന ബാങ്കിൻ്റെ പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരികയും ആ അവിശ്വാസം പാസ്സാകുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം നമുക്കറിയാം, അനധികൃതമായിട്ട് അല്ലെങ്കിൽ അവിഹിതമായിട്ടാണ് അല്ലെങ്കിൽ അർഹതയില്ലാത്ത ആളുകളാണ് ഈ കഴിഞ്ഞ 8 വർഷക്കാലം ഈ ബാങ്കിന് നേതൃത്വം കൊടുത്തത്. തീർച്ചയായിട്ടും പാലക്കുഴത്തെ വലിയൊരു ജനത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനം ഈ ബാങ്ക് ഭരിക്കണം എന്നുള്ള ഒരു വലിയൊരു കാഴ്ചപ്പാടാണ്. പലപ്പോഴും നമുക്കറിയാം, പല ആളുകളുമായിട്ട് ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവിടെ ഇന്ന് നമ്മൾ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഈ ബാങ്കിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 13-അംഗ ഭരണസമിതിയിൽ CPM-ന് 6-ഉം CPI-ക്ക് 3-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് 1-ഉം കോൺഗ്രസിന് 3-ഉം അംഗങ്ങളാണ് ഉള്ളത്. CPM-ഉം CPI-യും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളുമാണ് ഒടുവിൽ അവിശ്വാസ പ്രമേയത്തിലേക്ക് കാര്യങ്ങളെത്തിച്ചത്. ഘടകകക്ഷികളോട് യാതൊരു കൂടിയാലോചനയും നടത്താതെ CPM ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. ഇതിനു മുന്നേ CPM-ൽ നിന്ന് 86 പേരോളം രാജിവെച്ച് CPI-യിൽ ചേർന്നിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും തമ്മിൽ പ്രദേശത്ത് വലിയ ഭിന്നത നിലനിന്നിരുന്നു. അതേസമയം അവിശ്വാസ പ്രമേയം വോട്ടെടുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി CPM രംഗത്തെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചില പ്രതിനിധികളടക്കം ചേർന്ന് പുതിയ മുക്കൂട്ടു മുന്നണി രൂപീകരിച്ച് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായി അവിശ്വാസം ഇന്ന് ചർച്ചയ്ക്കെടുക്കുകയാണ് ചെയ്തത്. അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുമ്പോൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പോലെ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ രഹസ്യ ബാലറ്റ് വഴി നടപ്പാക്കേണ്ട ആ സമ്പ്രദായത്തിന് വിരുദ്ധമായി വോട്ടിംഗ്, ജനാധിപത്യ വിരുദ്ധമായ ഒരു വോട്ടിംഗ് നീക്കം വഴി, പരസ്യമായ വോട്ടിംഗ് വഴി, ഇപ്പോൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലും കൈപൊക്കി വോട്ടില്ല. ആ സംവിധാനത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ വേണ്ടുന്ന മുക്കൂട്ടു മുന്നണിക്കൊപ്പം കൂട്ടിച്ചേർന്ന നിലപാടാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ വരണാധികാരിയായ ഉദ്യോഗസ്ഥനടക്കം ചെയ്തത്. ഈ മുൻകൂർ പ്ലാനിംഗ് ആണ്. ഇവിടെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത ഒരു ജനപ്രതിനിധി അയോഗ്യനാണ്. 4 ഭരണസമിതി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതുകൊണ്ട് അയോഗ്യതയുള്ള ആൾക്കെതിരായി ഈ ബാങ്കിലെ ഒരു സാധാരണ അംഗം സഹകരണ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത അന്വേഷണത്തെ 6 മാസക്കാലം തടഞ്ഞു വെച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ അതേ അംഗം തന്നെ പോയി കൊടുത്ത റിട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കാൻ ബഹുമാനപ്പെട്ട ജോയിന്റ് രജിസ്ട്രാറെ ചുമതലപ്പെടുത്തി കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ആ ഉത്തരവിട്ടിരിക്കുന്ന അംഗത്തിന്റെ അടക്കം പിൻബലത്തോടെ ഇന്ന് കൈവൊക്കി വോട്ടിങ്ങിലൂടെ ആ കൈവൊക്കി വോട്ടിങ്ങിലുള്ള അവസരമാണ് ഇവിടെ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ന്റെ 6 ജനപ്രതിനിധികൾ വോട്ടെടുപ്പിൽ ഇക്കാര്യത്തിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ച് എഴുതിക്കൊടുത്ത് പുറത്തിറങ്ങിയാണ്. തീർച്ചയായും ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഈ സഹകരണ സംഘത്തിൽ തുടരുന്നത്. രഹസ്യ വോട്ട് നിഷേധിച്ച് കൈപൊക്കി വോട്ട് ചെയ്യിക്കുകയായിരുന്നുവെന്ന് CPM ആരോപിച്ചു. ഉദ്യോഗസ്ഥർ കോൺഗ്രസിന്റെ ഭരണസ്വാധീനത്തിന് വഴങ്ങിയെന്നും പാറമട ലോബികൾ അംഗങ്ങളെ വിലക്കെടുത്തതാണെന്നും കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് ആരോപിച്ചു.